ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈസി ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് നുറുക്കുഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഈ നുറുക്കുഗോതമ്പ് നമുക്കൊരു പാത്രത്തിലിട്ട ശേഷം നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് 2 മണിക്കൂർ നേരം ഒന്ന് കുതിരാനായിട്ട് വെക്കുക. എളുപ്പത്തിൽ കുതിരണം നുറുക്കുഗോതമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ 1 മണിക്കൂർ വെച്ചാൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നുറുക്കുഗോതമ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിക്കളയണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ നുറുക്കുഗോതമ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവൻ നുറുക്കുഗോതമ്പും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ഫ്ലേവറിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് ശർക്കര ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ചെറുപഴമാണ്. ഈ ചെറുപഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെറുപഴം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട, നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക. അഥവാ അരക്കാൻ പറ്റുന്നില്ല എങ്കിൽ 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല മയത്തോടു കൂടെ അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പീസായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് മറുവശവും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കണം നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ സ്നാക്സിൻ്റെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ സ്നാക്കിൻ്റെ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് വേകുള്ളൂ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അധികം ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയാട്ടോ. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് കഴിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ, നല്ലൊരു ടേസ്റ്റാണ്. പഴത്തിൻ്റെയും ശർക്കരയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് ട്രഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ. ചായ തിളക്കുന്ന സമയം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. അത്ര അധികം ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.